ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിക്സ്ത് സെം ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് സെറ്റ് ഓഫ് ലോസസ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ, അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണെന്നുള്ളത് ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് 5 ഹെഡ്സ് ഓഫ് ഇൻകം ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുക. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് അതർ ഇൻകം. ഓക്കെ, അപ്പോൾ ഇതാണ് 5 ഹെഡ്സ്. ഈ 5 ഹെഡ്സ് ഓഫ് ഇൻകം ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുന്നത്. ഓക്കെ, ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും സെക്ഷൻ 80C to 80U വരെയുള്ള സെക്ഷൻസ് ലെസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ ഇൻകം കിട്ടുക. അപ്പോൾ ഇത് നമുക്കറിയാം. പക്ഷേ എന്തൊക്കെയാണ് ഈ സെക്ഷൻ 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ്? ഓക്കെ, അപ്പോൾ അതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്. കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാണാതെ തന്നെ പഠിക്കണം. essay ആയിട്ട് വരാം. പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇത് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് വലിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും വീഡിയോ ഇടുന്നുണ്ടായിരിക്കുക. അല്ലാണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. പിന്നെ വീഡിയോ അങ്ങ് ഒരുപാട് ലെങ്ത് ആവുകയും ചെയ്യും. സോ ഒരു 4-5 സെക്ഷൻസ് നമുക്കൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഒരു 2-3 വീഡിയോ ഇതിലെന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഒരുപാട് സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാം അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു 2-3 വീഡിയോ. ഓക്കെ, ഡിഡക്ഷൻസ് ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ അതിൽ പറയുന്ന ഫസ്റ്റ് സെക്ഷനാണ് കോൺട്രിബ്യൂഷൻ ടു ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പ്രൊവിഡൻറ്റ് ഫണ്ട് എക്സെട്ര, സെക്ഷൻ 80C. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്ഷനാണ് ഇത് സെക്ഷൻ 80C എന്ന് പറയുന്നത്. അതായത് നമുക്കറിയുന്നുണ്ടായിരിക്കും, നമ്മൾ ഈ LICയിലോട്ടൊക്കെ എമൗണ്ട് എന്ത് ചെയ്യും? കോൺട്രിബ്യൂട്ട് ചെയ്യും. അതായത് നമ്മൾ LIC എടുക്കും. അതുപോലെ തന്നെ സാലറിയുടെ എത്ര പെർസെൻറ്റേജ് നമ്മൾ പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്യുന്ന എമൗണ്ടിന് ഡിഡക്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലിനി കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C ഷാൾ ബി അലൗഡ് സബ്ജക്റ്റ് ടു ദ ഫോളോയിങ് കണ്ടീഷൻസ്. അസസി എൻടൈറ്റിൽ ടു ഡിഡക്ഷൻ. അതായത് അസസി എന്ന് പറയുന്നത് ആരായിരിക്കണം? ഒന്നുകിൽ അതൊരു ഇൻഡിവിജ്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ അതൊരു HUF ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു LIC എടുത്താൽ അതുപോലെ തന്നെ സാലറിയുടെ എത്ര പെർസെൻറ്റേജ് പ്രൊവിഡൻറ്റ് ഫണ്ടായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്താൽ ഡിഡക്ഷൻ കിട്ടും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് എമൗണ്ടിനൊന്നും ഡിഡക്ഷൻ കിട്ടില്ല. ഒരു ഇത്ര ശതമാനം എമൗണ്ടിനായിരിക്കും നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് എത്ര രൂപയാണ് മാക്സിമം എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ നോക്കാം. എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ ക്വാളിഫയിങ് എമൗണ്ട് ഓർ ₹1,15,000 വിച്ച് എവർ ഈസ് ലെസ്. ഒന്നൊക്കെ ക്വാളിഫയിങ് എമൗണ്ട്, അതായത് നമ്മളിപ്പോൾ ലൈഫ് ഇൻഷുറൻസ് LIC എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ഉണ്ടായിരിക്കുമല്ലോ. 2 ലക്ഷം രൂപയ്ക്കാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ ആ എമൗണ്ട്, അല്ലെങ്കിൽ 1,15,000 1,50,000 രൂപ. ഇതിലേതാണോ ഏറ്റവും ചെറുത് അതിനായിരിക്കും ഡിഡക്ഷൻ കിട്ടുക. അതായത് മാക്സിമം ഡിഡക്ഷൻ എന്ന് പറയുന്നത് 1,50,000 രൂപയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ A എന്ന് പറഞ്ഞൊരു വ്യക്തി 2 ലക്ഷം രൂപയ്ക്ക് LIC എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അവർക്ക് കിട്ടുന്ന മാക്സിമം ഡിഡക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1,50,000 രൂപ. ബാക്കി വരുന്ന 50,000 രൂപയ്ക്ക് അയാൾ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. ഓക്കെ, അതുപോലെ തന്നെ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കേസിൽ 1 ലക്ഷം രൂപയാണ് അയാളുടെ സാലറിയുടെ എത്ര പെർസെൻറ്റേജ് പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ട് പോകുന്നത്. ഓക്കെ, 1,50,000 രൂപയാണ് അയാൾക്ക് ഡിഡക്ഷൻ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിലേതാണോ ഏറ്റവും ചെറിയ എമൗണ്ട് ആ എമൗണ്ടിനായിരിക്കും അയാൾക്ക് ഡിഡക്ഷൻ. മാക്സിമം എമൗണ്ടാണ് 1,50,000. ഓക്കെ, അപ്പോൾ 1 ലക്ഷം രൂപയ്ക്കാണ് അയാൾ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഡിഡക്ഷൻ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയായിരിക്കും. കാരണം ഇതിലേതാണോ ഏറ്റവും ചെറിയ എമൗണ്ട്. ഓക്കെ, ക്വാളിഫയിങ് എമൗണ്ട് ഓർ ₹1,15,000 വിച്ച് എവർ ഈസ് ലെസ്. മനസ്സിലായി? ഇതിലേതാണോ ഏറ്റവും ചെറിയ എമൗണ്ട്. അതല്ല, ഇനി ഇയാൾക്ക് തന്നെ രണ്ടും ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് LIC എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ട് ട്രാൻസ്ഫറും ചെയ്യുന്നുണ്ട്. രണ്ടും ഉണ്ടെങ്കിലും മാക്സിമം 1,50,000 രൂപ. അതായത് LIC എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് 1 ലക്ഷം ഉണ്ട്, പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് 1 ലക്ഷം ഉണ്ട്. ടോട്ടൽ 2 ലക്ഷം. അപ്പോൾ ഈ 2 ലക്ഷവും 1,50,000 രൂപയും കൂടെ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. ഇതിലേതാണോ ഏറ്റവും ചെറിയ എമൗണ്ട് ആ എമൗണ്ടിന് ഡിഡക്ഷൻ. ഇതിൽ ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാ? 1,50,000. അപ്പോൾ ബാക്കി വരുന്ന 50,000ത്തിന് ഇയാൾ ടാക്സ് അടയ്ക്കണം. അതാണ് എന്ത് പറയുന്നത്? എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ പറയുന്നത്. മനസ്സിലായോ? പിന്നെ ഈ സെക്ഷൻ 80Cയിൽ തന്നെ പറയുന്ന ബാക്കി ഡിഡക്ഷൻസ് ആണ് കേട്ടോ. പിന്നെ പേയ്മെൻറ്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, അതായത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത്, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഓൺ ഇൻഷുറൻസ് ഓഫ് ദി ലൈഫ് ഓഫ് സെൽഫ്. ഒന്നുക്കത് ഭാര്യയുടെ പേരിലായിരിക്കണം, അല്ലെങ്കിൽ മക്കളുടെ പേരിൽ, അല്ലെങ്കിൽ സ്വന്തം സെൽഫ്, സ്പൗസ് ആൻഡ് ചിൽഡ്രൻ.
ആൻഡ് ഇൻ കേസ് ഓഫ് എച്ച് യു എഫിൻ്റെ കേസിലാണെങ്കിൽ മെമ്പേഴ്സ്, ഇവർക്കായിരിക്കണം, ഇവരുടെയൊക്കെ പേരിലായിരിക്കണം എന്ത്, ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരിക്കേണ്ടത്. എന്നാൽ മാത്രമേ ഡിഡക്ഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കേസിൽ എല്ലാ പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്താലും നമുക്ക് എന്ത് കിട്ടില്ല, ഡിഡക്ഷൻ കിട്ടില്ല. ഓക്കെ. നമ്മൾ പ്രൊവിഡൻറ്റ് സാലറിയുടെ എത്ര പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യും, പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ആ പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ആയിരിക്കണം, അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആയിരിക്കണം, അല്ലെങ്കിൽ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ആയിരിക്കണം. ഇതിലേതെങ്കിലും ഒരു പ്രൊവിഡൻറ്റ് ഫണ്ട് ആയിരിക്കണം. അതെല്ലാം അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ടാണ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, ഡിഡക്ഷൻ കിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ 1952 ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള പ്രൊവിഡൻറ്റ് ഫണ്ട്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ആക്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള പ്രൊവിഡൻറ്റ് ഫണ്ട്. പിന്നെ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഏതൊരു ഇൻഡിവിജ്വലിനും നമ്മുടെ SBIയിൽ പോയിട്ട് ഒരു ഓപ്പൺ അക്കൗണ്ട് എടുക്കുക, അങ്ങനെ ഇതാക്കുന്നതാണ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇതൊക്കെ നമ്മൾ 5th സെമ്മിൽ പഠിച്ചതാണ് കേട്ടോ. ഇത് അതൊന്നും അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു 3 പോയിന്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ. അപ്പോൾ ഈ 3 ഏതിലോട്ടെങ്കിലും ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും. അതെല്ലാം അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ടാണ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, ഡിഡക്ഷൻ കിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ട്യൂഷൻ ഫീ ഓഫ് ചിൽഡ്രൻ, അതായത് മക്കൾക്ക് ട്യൂഷൻ ഫീ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അടച്ച എമൗണ്ട് നമുക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും എന്നാണ് പറയുന്നത്. ആൻ എമൗണ്ട് ഓഫ് പെയ്ഡ് ആസ് ട്യൂഷൻ ഫീസ് to any school, college or university for the purpose of education of any 2 children of the SSC. SSCയുടെ ഏതെങ്കിലും 2 മക്കൾക്ക് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് കോളേജിലോട്ടോ അല്ലെങ്കിൽ സ്കൂളിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിക്കോ ട്യൂഷൻ ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ ആ അടച്ച എമൗണ്ടിന് ഡിഡക്ഷൻ കിട്ടും. മാക്സിമം 2 മക്കൾക്ക്. 2 കൂടുതൽ മക്കളുണ്ടെങ്കിൽ എത്ര മക്കളാണുള്ളത് അതായത് ഇപ്പോൾ 3 മക്കളാണുള്ളതെന്നുണ്ടെങ്കിൽ 2 മക്കൾക്ക് ഡിഡക്ഷൻ കിട്ടും, 1 മക്കൾക്ക് എന്ത് കിട്ടില്ല, ഡിഡക്ഷൻ കിട്ടില്ല. 2 ആക്കേ കിട്ടുള്ളൂ. അതല്ല ഇനി 1 കുട്ടിയുള്ളതെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് എ ഷെഡ്യൂൾഡ് ബാങ്ക്. അതായത് ഷെഡ്യൂൾഡ് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന് ഡിഡക്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. ഡെപ്പോസിറ്റ് ഫോർ എ ഫിക്സഡ് പീരിയഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 5 years വിത്ത് എ ഷെഡ്യൂൾഡ് ബാങ്ക്. ഷെഡ്യൂൾഡ് ബാങ്കിൽ 5 വർഷത്തിൽ കുറയാതെ ഫിക്സഡ് ഒരു പീരീഡിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന് നമുക്ക് എന്തുണ്ട്, ഡിഡക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ഇൻ 5 years പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട്, അതായത് പോസ്റ്റ് ഓഫീസിൽ ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ 5 വർഷത്തിന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്തുണ്ടാവും, ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഉണ്ടല്ലോ അതിന് ഡിഡക്ഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നതാണ് റീപേയ്മെൻറ്റ് ഓഫ് ഹൗസ് ബിൽഡിംഗ് ലോൺ. എനി എമൗണ്ട് റിപ്പേഡ് അണ്ടർ ഹൗസ് ബിൽഡിംഗ് ലോൺ ടേക്കൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ്ഡ് ഫോർ ദിസ് പർപ്പസ്. അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് ഹൗസ് ബിൽഡിംഗ് ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ എടുത്ത എമൗണ്ടിന് ഡിഡക്ഷൻ കിട്ടും എന്നാണ് പറയുന്നത്. ഇതൊക്കെ സെക്ഷൻ 80C വരുന്ന ഡിഡക്ഷനാണ് കേട്ടോ. അതുപോലെ തന്നെ NSC നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഉണ്ടല്ലോ അതിന് എന്തുണ്ടായിരിക്കും, ഡിഡക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഇൻട്രസ്റ്റ് ഡ്യൂ ഓൺ ദി NSCക്ക് ഇൻട്രസ്റ്റ് അതിന് ഡിഡക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ് സബ്സ്ക്രിപ്ഷൻ ടു എനി യൂണിറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. പിന്നെ പർച്ചേസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കും, ഡിഡക്ഷൻ ഉണ്ടായിരിക്കും. ഡെപ്പോസിറ്റ് ഇൻ സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം ഓഫ് 2004, അതായത് 2004 ആ സ്കീമാണ് ഇത്, സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം. അപ്പോൾ അതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഉണ്ടല്ലോ അതിന് ഡിഡക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ സുകന്യ സമൃദ്ധി അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടി എടുക്കുന്ന അക്കൗണ്ട് ആണല്ലോ അത്, അപ്പോൾ അതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്ത എമൗണ്ടിന് എന്തുണ്ടായിരിക്കും, ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന് ഡിഡക്ഷൻ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് സെക്ഷൻ 80C പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ. നിങ്ങൾക്ക് ഈ പറഞ്ഞത് വല്ലതും മനസ്സിലാവാത്ത വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഓക്കെ. അതാണ് സെക്ഷൻ 80C പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ട് സെക്ഷൻ 18CCC CCC. ഓക്കെ. സെക്ഷൻ 18CCC 3C. അതിലെന്താ പറയുന്നത്, കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ട്. പെൻഷൻ ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിന് എന്തുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്, ഡിഡക്ഷൻ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. അങ്ങനെ ഡിഡക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ SSC എന്തായിരിക്കണം, ഇൻഡിവിജ്വൽ ആയിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ എലിജിബിലിറ്റി കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ട്. ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിലുണ്ട് ഡിഡക്ഷൻ, അതായത് കംപ്ലീറ്റ് എമൗണ്ടിന് എന്തുണ്ടായിരിക്കില്ല, ഡിഡക്ഷൻ ഉണ്ടായിരിക്കില്ല. മാക്സിമം ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ. അത്രയും വരെ നമുക്ക് ഡിഡക്ഷൻ കിട്ടും. അതെല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ.
എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ഓർ ₹1,15,000 വിച്ച് എവർ ഈസ് ലെസ്. അതായത് നമ്മൾ ഈ ഒരു പെൻഷൻ ഫണ്ടിലോട്ട് എത്ര എമൗണ്ട് ആണോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ എമൗണ്ട് ആൻഡ് ₹1,15,000 നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് 1,50,000. ഇതിലേതാണോ ഏറ്റവും ചെറുത് ആ ചെറിയ എമൗണ്ടിനായിരിക്കും നമുക്ക് എന്തുണ്ടായിരിക്കുക, ഡിഡക്ഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, ഏറ്റവും ചെറിയ എമൗണ്ടിന് ഡിഡക്ഷൻ, ബാക്കി വരുന്ന എമൗണ്ട് നമ്മൾ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് മൂന്നാമത്തെ ഇതാണ് ഇത് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ് സെക്ഷൻ 80C-CD. നേരത്തെ 3 സി ഉണ്ടായിരുന്നു, ഇത് 2 സി 1 ഡി. സെക്ഷൻ 80C-CD കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ സ്കീമിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്താൽ അതിനും ഡിഡക്ഷൻ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിഡക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അസസി എന്തായിരിക്കണം, ഇൻഡിവിജ്വൽ ആയിരിക്കണം. അതുപോലെ തന്നെ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ സ്കീമിലോട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ. എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ്റെ കേസിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദി എംപ്ലോയി ഓർ 10% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലെസ്. അതായത് എംപ്ലോയി ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ പെൻഷൻ ഫണ്ടിൽ, പെൻഷൻ സ്കീമിലോട്ട്, ആ എമൗണ്ട് അല്ലെങ്കിൽ സാലറിയുടെ 10%, ഇതിലേതാണോ ഏറ്റവും ചെറുത്. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, നമ്മുടെ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് എംപ്ലോയി ഒരു 20,000 രൂപ എന്ത് ചെയ്തു, നമ്മുടെ ഈ ഒരു പെൻഷൻ സ്കീമിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, പിന്നെ അയാളുടെ വാർഷിക സാലറി എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്. അപ്പോൾ 1,00,000-ൻ്റെ 10% എന്ന് പറയുമ്പോൾ 10,000 രൂപ. ഇതിലേതാ ഏറ്റവും ചെറുത്, 10,000 അല്ലേ. എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്തത് 20,000, സാലറിയുടെ 10% 10,000. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് 10,000. അപ്പോൾ ഡിഡക്ഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 10,000 ആയിരിക്കും. അതാണ് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ, പിന്നെ നാലാമത്തെ സെക്ഷനാണ് ഇത് അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ. അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ സെക്ഷൻ 80C-CE. ഓക്കെ, അതായത് ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ the aggregate amount of deduction under section 80C, section 80C-CC and subsection 1 of the section 80C-CD shall not exceed ₹1,15,000. അതായത് ചില ഇൻഡിവിജ്വൽസിന് 3 ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത 3 സെക്ഷൻസിലുള്ള ഡിഡക്ഷൻസും ഉണ്ടായിരിക്കും. അതായത് അയാൾ LIC എടുത്തിട്ടുണ്ടായിരിക്കും, പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരിക്കും, ട്യൂഷൻ ഫീ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത സകല കാര്യങ്ങളും, അതായത് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീമും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെലോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റത്തെ സെക്ഷനിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇത് മുഴുവനും എല്ലാം ഉണ്ടായിരിക്കും. അങ്ങനെയെല്ലാം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിലേതെങ്കിലുമൊക്കെ ഒരു 3 സെക്ഷൻസുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിലൊക്കെ എല്ലാത്തിലും നമ്മൾ മാക്സിമം പറഞ്ഞിട്ടുള്ളത് 1,15,000 ആണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, ഡിഡക്ഷൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇയാൾക്ക് കിട്ടുന്ന മാക്സിമം ഡിഡക്ഷൻ എന്ന് പറയുന്നത് 1,50,000 ആണ്. അതല്ലാണ്ട് ഇതെല്ലാം ഉണ്ട്, ഇതിലെല്ലാം ഈ സെക്ഷനിൽ എല്ലാത്തിലും അയാളുണ്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിനും 1,50,000 രൂപ ഡിഡക്ഷൻ അല്ല. ഓക്കെ, അതായത് മാക്സിമം ലിമിറ്റേഷൻ ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 1,50,000. അതിപ്പോൾ എന്തിലോട്ട് ഇതാക്കിയാലും എങ്ങനെയൊക്കെ ചെയ്യാം, ഈ 3 കൂടെ കിട്ടുന്ന മാക്സിമം ഡിഡക്ഷൻ 1,50,000 ആണ്. മനസ്സിലായില്ലേ, അതാണത് അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ സെക്ഷൻ 80C-CE എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്, എൻ്റെ ബെസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പറയാമെന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബാക്കി സെക്ഷൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.